ഗവൺമെൻറ് ITI മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബിനി, ഗവൺമെൻറ് ITI മലമ്പുഴയിലെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ട്രേഡിലെ ഇൻസ്ട്രക്ടറാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ വിവിധ ട്രേഡുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തയ്യാറാക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ട്രേഡിൽ സെക്കൻഡ് സെമസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷ്വൽ ബേസിക് ഫോർ ആപ്ലിക്കേഷനിലെ VBA വേരിയബിൾസ്, ഡാറ്റ ടൈപ്സ് ആൻഡ് കോൺസ്റ്റൻസ് എന്ന ഭാഗമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ലിസ്റ്റ് ദ ഡാറ്റ ടൈപ്സ് ഇൻ VBA, ഡിക്ലെയർ വേരിയബിൾസ് ആൻഡ് അസൈൻ വാല്യൂസ്, ഡിസ്ക്രൈബ് ദി ഓപ്ഷൻ എക്സ്പ്ലിസിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത്രയും ഭാഗങ്ങളാണ് ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. Introduction. Variables are entities that hold data. In VBA, variables are areas allocated by the computer memory to hold data. അപ്പോൾ നമ്മൾ വിഷ്വൽ ബേസിക്കലി പ്രോഗ്രാം ചെയ്യുമ്പോൾ രണ്ട് നമ്പർ ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ഈ ആഡ് ചെയ്യേണ്ട നമ്പറുകൾ അതാണ് നമ്മൾ ഡാറ്റ. 5ഉം 6ഉം ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ 5 എന്നൊരു നമ്പറും 6 എന്നുള്ള നമ്പറും ആ ഡാറ്റ നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ ഹോൾഡ് ചെയ്ത് വെക്കണം, എന്നിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. എന്നിട്ട് ആ ഡാറ്റയാണ് നമ്മൾ ആഡ് ചെയ്യുന്നു, അത് കിട്ടുന്ന റിസൾട്ടും മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഇതെല്ലാം മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ആ മെമ്മറി അതിന് വേണ്ടി നമ്മൾ അലോക്കേറ്റ് ചെയ്ത ഈ ഡാറ്റ നമുക്ക് ആഡ് ചെയ്യേണ്ട 5, 6 ഈ രണ്ട് നമ്പറുകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ മെമ്മറി ലൊക്കേഷനാണ് വേരിയബിൾസ്. ആ മെമ്മറി ലൊക്കേഷനിൽ നമ്മൾ റെഫർ ചെയ്യാൻ വേണ്ടി ഒരു പേര് കൊടുക്കുന്നു. ആ മെമ്മറി ലൊക്കേഷനിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെമ്മറി ലൊക്കേഷന് കൊടുക്കുന്ന പേരാണ്. ആ മെമ്മറി ലൊക്കേഷൻ നമ്മൾ പ്രോഗ്രാമിൽ റെഫർ ചെയ്യാൻ വേണ്ടി AB എന്ന രണ്ട് പേരാണ് കൊടുക്കുന്നത്. A എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ, അതിൽ 5 എന്നുള്ളതും B എന്ന് പറയുന്നതിൽ 6 എന്നുള്ള നമ്പർ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ AB എന്നൊക്കെ പറയണ ഈ മെമ്മറി ലൊക്കേഷൻ നമ്മൾ കൊടുക്കുന്ന പേര്, അതായത് വേരിയബിൾ നെയിം അല്ല, ഈ മെമ്മറി ലൊക്കേഷനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ മെമ്മറി ലൊക്കേഷൻ്റെ പേര് വേരിയബിൾ നെയിം. വേരിയബിൾ നെയിംസ് ആർ എൻറ്റിറ്റീസ് ദാറ്റ് ഹോൾഡ് ഡാറ്റ. ഇൻ VBA, വേരിയബിൾസ് ആർ ഏരിയാസ് അലോക്കേറ്റഡ് ബൈ ദി കമ്പ്യൂട്ടർ മെമ്മറി ടു ഹോൾഡ് ഡാറ്റ. അപ്പം ഈ വേരിയബിൾ നെയിമിന് എങ്ങനെയാണ് പേര് കൊടുക്കേണ്ടത്? AB എന്നൊക്കെ നമുക്ക് കൊടുക്കാം, ഇഷ്ടമുള്ള വേരിയബിൾ നെയിം കൊടുക്കും. അപ്പം നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചിട്ടുള്ളതാണ്. ജാവാസ്ക്രിപ്റ്റിലും വേരിയബിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്, അതിന് വേരിയബിൾ നെയിം കൊടുക്കുന്നൊക്കെ ഉണ്ട്. വിഷ്വൽ ബേസിക്കിൽ VBA, വിഷ്വൽ ബേസിക് ഫോർ ആപ്ലിക്കേഷൻ VBAയിൽ എങ്ങനെയാണ് ഒരു വേരിയബിൾ നെയിമിന് പേര് കൊടുക്കേണ്ടത്, അതിൻ്റെ റൂൾസാണ് പറയുന്നത്. എ വേരിയബിൾ നെയിം മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് എ ലെറ്റർ, നോട്ട് എ നമ്പർ. നമ്പർ ക്യാൻ ബി ഇൻക്ലൂഡഡ് വിത്തിൻ ദി നെയിം ബട്ട് നോട്ട് ആസ് ദി ഫസ്റ്റ് ക്യാരക്ടർ. നമ്മൾ ഒരു നമ്പർ ആഡ് ചെയ്യാനുള്ള നമ്പർ A എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുത്തു. A എന്ന് കൊടുക്കാം. അങ്ങനെ രണ്ട് നമ്പർ ഉണ്ട്, നമ്പർ 1, N1, N2 അങ്ങനെ കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ നമ്പർ എന്നുള്ള എൻ്റെ വേരിയബിൾ നെയിം N, ഒരു 1 എന്നുള്ള ഡിജിറ്റ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ആ ഡിജിറ്റ്സ് ഫസ്റ്റ് ലെറ്റർ ആവരുത്. വേരിയബിൾ നെയിമിൻ്റെ ആദ്യത്തെ വാക്കായിട്ട് 1N അല്ലെങ്കിൽ 1, 2N അങ്ങനെ കൊടുക്കരുത്. ഡിജിറ്റ്സ് യൂസ് ചെയ്യാം, പക്ഷെ അത് ഫസ്റ്റ് ലെറ്റർ ആവരുത്. ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ഒരു ലെറ്റർ, ഫസ്റ്റ് വേരിയബിൾ നെയിം സ്റ്റാർട്ട് വിത്ത് ലെറ്റർ, നോട്ട് എ നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യരുത്. എ വേരിയബിൾ നെയിം ക്യാൻ ബി നോ ലോങ്ങർ ദാൻ 250 ക്യാരക്ടേഴ്സ്. വേരിയബിൾ നെയിം ഇപ്പോൾ സ്റ്റുഡൻറ്റ് നെയിം ആണ് വേരിയബിൾ നെയിമായിട്ട് നമ്മൾ കൊടുക്കണമെങ്കിൽ അതിൽ ലെറ്റേഴ്സിൻ്റെ ഇപ്പോൾ STUDENT അങ്ങനെ സ്റ്റുഡൻറ്റ് നെയിം അതെല്ലാം ആഡ് ചെയ്ത് വരുമ്പോൾ ആ ക്യാരക്ടേഴ്സിൻ്റെ എണ്ണം വേരിയബിൾ നെയിമിൽ 250 ക്യാരക്ടറിലും കൂടുതലാവരുത്. വേരിയബിൾ നെയിം കനോട്ട് ബി ദ സെയിം ആസ് എനി വൺ ഓഫ് ദി എക്സൽ കീവേഡ്സ്. ഇപ്പം എക്സൽ കീവേഡ്സ് എക്സലിൻ്റെ ഇതിൽ യൂസ് ചെയ്യുന്ന ചില ഷീറ്റിന് നമ്മൾ ഷീറ്റ് 1, ഷീറ്റ് 2 അങ്ങനെയൊക്കെ, ഷീറ്റ്, സെല്ല്, റേഞ്ച് അങ്ങനെ കുറേ കീവേഡ്സ് ഉണ്ട് വേരിയബിൾ. അത് വേരിയബിൾ നെയിം ആയിട്ട് VBAയിൽ യൂസ് ചെയ്ത്, കാരണം VBA നമ്മൾ എക്സലിൻ്റെ ഇതിലാണ് യൂസ് ചെയ്യണം. അപ്പോൾ എക്സലിലെ ഒരു സെല്ലിലെ വാല്യൂ എടുക്കാനും അതൊക്കെ നമ്മൾ അവിടെ റെഫർ ചെയ്യും. VBAയിൽ സെൽ ഓഫ് 1, 2 അല്ലെങ്കിൽ ഷീറ്റ് 1 ഓഫ് ഈ വേർഡ്സ് തന്നെ വേരിയബിൾ നെയിം ആയിക്കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരില്ലേ. അപ്പോൾ വേരിയബിൾ നെയിമിന് എക്സൽ കീവേഡുകളൊന്നും യൂസ് ചെയ്യരുത്. എക്സാമ്പിളായിട്ട് യു കനോട്ട് നെയിം എ വേരിയബിൾ നെയിം with
സച്ച് നെയിം ആസ് ഷീറ്റ്, വർക്ക് ഷീറ്റ്, അങ്ങനത്തെയുള്ള വേർഡുകളൊന്നും ഇപ്പോൾ നമ്മളൊരു വേരിയബിൾ നെയിമായിട്ട് കൊടുക്കരുത്. നമുക്ക് 2 നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ എ = 5 അങ്ങനെ കൊടുക്കണ പോലെ ഷീറ്റ് = 5 അങ്ങനെ കൊടുക്കരുത്. ഷീറ്റ് എന്ന് പറയുന്നത് ഒരു എക്സൽ കീവേഡാണ്. All variables must consist of one continuous strings of characters only. You can separate words by using underscore. അത് നമുക്ക് വേരിയബിൾ നെയിമിനിടയിൽ സ്പേസ് കൊടുക്കരുത്. കണ്ടിന്യൂസ് സ്ട്രിങ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിരിക്കണം. അപ്പോൾ സ്റ്റുഡൻറ്റ് നെയിം എന്നാണെങ്കിൽ നമ്മൾ സ്റ്റുഡൻറ്റ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് നെയ്യും, അല്ലെങ്കിൽ അഡ്മിഷൻ നമ്പർ ആണെങ്കിൽ അഡ്മിഷൻ സ്പേസ് നമ്പർ അങ്ങനെ കൊടുക്കരുത്. ഇനി നമുക്ക് അതിനിടയിൽ ഒരു സെപ്പറേഷൻ വേണമെന്നുണ്ടെങ്കിൽ തന്നെ അണ്ടർസ്കോർ യൂസ് ചെയ്യാം. Declaring variables. In VBA, variables are declared before using them by assigning names and data types. നമ്മൾ VBAയിൽ വേരിയബിൾസ് യൂസ് ചെയ്യും മുന്നേ ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. അതിൻ്റെ നെയിം എന്താണ്, നമ്മളെ വേരിയബിളിന് കൊടുക്കുന്ന നെയിമും പിന്നെ അതിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ എന്താണെന്നനുസരിച്ച് ഡാറ്റ ടൈപ്പും പറയണം. അതായത് നമ്മളൊരു ഇൻറ്റീജർ വാല്യൂ ആണോ, അല്ലെങ്കിൽ പോയിൻ്റ് ഉള്ള വാല്യൂസ് ആണോ, അതായത് ക്യാരക്ടേഴ്സ് ആണോ, സ്ട്രിങ് ആണോ. നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചിട്ടുള്ളതായതുകൊണ്ട് സ്ട്രിങ് ആ കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ളതിലാണ്. ജാവാസ്ക്രിപ്റ്റ് പഠിച്ചതിന് ശേഷമാണ് നമ്മളിപ്പോൾ VBA പഠിക്കുന്നത്. Declaring variables before use tells the computer to allocate a certain memory for a variable data to be placed. അപ്പോൾ നമ്മൾ ഈ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പോകുന്ന ഡാറ്റ അത് ഏത് ടൈപ്പാണ്, ഇൻറ്റിജർ ആണോ, ക്യാരക്ടർ ആണോ, പോയിൻ്റ് ഉള്ള വാല്യൂസ് ആണോ, അല്ലെങ്കിൽ ഡേറ്റ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ വേരിയബിൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. പ്രോഗ്രാമിൽ മുന്നേ എഴുതണം. അങ്ങനെയാണ് വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഇഫ് എ വേരിയബിൾ ഈസ് നോട്ട് ഡിക്ലെയർഡ്, VB will automatically declare the variable as variant. അപ്പം ഡാറ്റ ടൈപ്സ് നമ്മൾ പഠിക്കും. അപ്പോൾ ഡാറ്റ ടൈപ്സിൽ വേരിയൻ്റ് എന്നുണ്ട്. നമ്മൾ ഏത് ഈ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിൽ സ്റ്റോർ ചെയ്യാൻ പോണത് നമ്പറാണോ, ക്യാരക്ടർ ആണോ, ഡേറ്റ് ആണോ ഒന്നും പറഞ്ഞില്ലെങ്കിൽ അത് വേരിയൻ്റ് ആയിട്ട് എടുക്കും ആ വേരിയബിൾ. ഇതിൽ നമുക്ക് ഏത് ഡാറ്റ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. വേരിയൻറ്റ് ഡാറ്റ ടൈപ്പ് ക്യാൻ ഹോൾഡ് എനി ടൈപ്പ് ഓഫ് ഡാറ്റ. വേരിയൻറ്റ് ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ അതിൽ നമുക്ക് ഡിക്സോ ക്യാരക്ടേഴ്സോ എന്ത് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. ടു ഡിക്ലെയർ എ വേരിയബിൾ വി യൂസ് ദ വേർഡ് dim. ഡയമെൻഷൻ എന്ന് പറയുന്ന വേർഡിൻ്റെ ഷോർട്ട് ഫോമാണ് dim, followed by our chosen variable name, then the word as followed by the variable type. എക്സാമ്പിൾ ആയിട്ട് dim n as integer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n എന്ന് പറയുന്നതാണ് വേരിയബിൾ നെയിം. അത് ഡിക്ലെയർ ചെയ്യാൻ ഡയമെൻഷൻ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമായ dim കൊടുക്കുന്നു. dim n as integer എന്ന് പറഞ്ഞാൽ n എന്ന് പറയുന്ന ഒരു വേരിയബിൾ അതൊരു ഇൻറ്റിജർ വേരിയബിൾ ആണ്. അതായത് അതിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും. ഒരു പോയിൻ്റ് ഉള്ള വാല്യൂ ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ പോയിൻ്റ് സ്റ്റോർ ചെയ്യില്ല. അതിൽ ഹോൾ നമ്പർ ഇൻറ്റിജേഴ്സ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. dim സ്റ്റുഡൻറ്റ് നെയിം ആസ് സ്ട്രിങ്. സ്റ്റുഡൻറ്റ് നെയിം കണ്ട, സ്റ്റുഡൻറ്റ് കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ട് നെയിം കൊടുക്കാൻ പറ്റില്ല, അണ്ടർസ്കോർ യൂസ് ചെയ്തിട്ടുണ്ട് ഒരു സെപ്പറേഷന് വേണ്ടിയിട്ട്. ആസ് സ്ട്രിങ് അപ്പോൾ നമുക്ക് ആ സ്റ്റുഡൻറ്റ് നെയിം എന്ന് പറഞ്ഞ വേരിയബിളിൽ പേരൊക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ആൽഫബറ്റ്സ് ABCD ആ ക്യാരക്ടേഴ്സൊക്കെ ഇല്ലേ അതെല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ പേര് അനു എന്നാണെങ്കിൽ അനു ANU ആ വാക്ക് ക്യാരക്ടേഴ്സ് ആ സ്റ്റുഡൻറ്റ് നെയിമിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പം ഡാറ്റ ടൈപ്പ് എന്താണ്? ഡാറ്റ ടൈപ്പ് എന്ന് വെച്ചാൽ ആ വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് എന്താണെന്നുള്ളത്. ഇൻറ്റിജർ, ക്യാരക്ടർ, അങ്ങനെ. വിഷ്വൽ ബേസിക് ക്ലാസിഫൈസ് ഡാറ്റ ഇൻടു 2 major categories, the numeric data type and non-numeric data type. ഡാറ്റ ടൈപ്പ് 2 major categories 2 തരത്തിലായിട്ട് തിരിക്കുന്നുണ്ട് VBAയിൽ. ഒന്ന് ന്യൂമറിക്കും ഒന്ന് നോൺ ന്യൂമറിക്കും. ന്യൂമറിക് ഡാറ്റ ടൈപ്സ് ആർ ടൈപ്സ് ഓഫ് ഡാറ്റ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് നമ്പേഴ്സ് വിച്ച് ക്യാൻ be computed mathematically with various standard operators such as plus, minus, into, multiplication, division and more. ഈ ഓപ്പറേറ്റേഴ്സ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് പ്ലസ് മൈനസ് അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റയാണ് ന്യൂമറിക് ഡാറ്റ. ഇൻറ്റിജർ പോയിൻ്റുള്ള നമ്പേഴ്സിലായാലും നമുക്ക് ആഡ് ചെയ്യാനും ഒക്കെ ചെയ്യാം. അങ്ങനത്തെയൊക്കെയാണ് ന്യൂമറിക് ഡാറ്റ എന്ന് പറയുന്നത്. In VBA, numeric data are divided into 7 types depending on the range of value they can store. ന്യൂമറിക് ഡാറ്റേനെ നമുക്ക് വീണ്ടും 7 ടൈപ്പ് തിരിക്കാം. അതായത് ആ
വേരിയബിളിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിക്ക് അനുസരിച്ച് അതിൻ്റെ എത്ര എത്ര ബൈറ്റ് യൂസ് ചെയ്യാൻ പറ്റും നോക്കി. 7 ടൈപ്പ്. ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ടൈപ്പ്. ഡിം എ എസ് ബൈറ്റ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് 1 ബൈറ്റ് സ്റ്റോറേജ് ഉള്ളതിന്. 1 ബൈറ്റ് എന്ന് വെച്ചാൽ 8 ബിറ്റാണ് ഒരു ബൈറ്റ്. 1 ബൈറ്റ് എന്ന് വെച്ചാൽ 8 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2⁸8. ആ വാല്യൂ എത്രയാണോ 2⁸8 256 ആണ്. അത് 0 തുടങ്ങി 255 വരെ നമുക്ക് ഇതിലും വലിയൊരു നമ്പർ ആ വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അതിന് കപ്പാസിറ്റി ഇല്ല, അത്രയും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അതായത് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി ലൊക്കേഷനിൽ 1 ബൈറ്റാണ് നമ്മൾ ഈ വേരിയബിളിൽ വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വേരിയബിൾ ഡിക്ലറേഷനിൽ ഡയമെൻഷൻ എന്നുള്ള എൻ്റെ ഷോർട്ടാണ് ഡിം എന്ന് പറയുന്നത്. അതിൻ്റെ ഡയമെൻഷൻ, എൻ്റെ അളവ് എത്രമാത്രം അതിൽ കൊള്ളും. ഇതിൽ കൂടുതൽ നമ്മൾ സ്റ്റോർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എറർ വരും. അത് നമുക്ക് വേണമെങ്കിൽ ഒരു വേരിയബിൾ ഡിക്ലറേഷൻ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം. പ്രോഗ്രാം ഡെവലപ്പറിൽ വിഷ്വൽ ബേസിക്കിൽ പോയിട്ട് ഇൻസേർട്ട് ഒരു മോഡ്യൂൾ ഇൻസേർട്ട് ചെയ്യുന്ന പ്രോഗ്രാം എഴുതുമ്പോൾ സബ് എന്ന് എഴുതാം. ടെസ്റ്റ് എൻഡ് സബൊക്കെ തനിയെ വന്നു. ഇതിൽ നമുക്കൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ ഡിം എ ആസ് ബൈറ്റ് ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്ന് പറയുന്നത് ഒരു ബൈറ്റ് മെമ്മറി അതിനുവേണ്ടി സ്റ്റോർ വെച്ചിട്ടുള്ള ഒരു ഇൻറ്റിജർ വാല്യൂ സ്റ്റോർ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എ ഇസ് ഈക്വൽ ടു 5 എന്ന് കൊടുത്താൽ എ ഇസ് ഈക്വൽ ടു 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 5 എന്നുള്ള വാല്യൂ അതിൽ സ്റ്റോർ ചെയ്യും. 5 ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഡീബഗ് ഡോട്ട് പ്രിന്റ് എന്ന് കൊടുക്കാം. ഈക്വൽ ടു എ പ്രിന്റ് എ. ഇത് റൺ ചെയ്യുമ്പോൾ റിസൾട്ട് വരുന്നത് ഡീബഗ് ഇമീഡിയറ്റ് വിൻഡോയിലാണ് പ്രിന്റ് ചെയ്ത് വരിക. അപ്പോൾ ഇമീഡിയറ്റ് വിൻഡോ ഓപ്പൺ ചെയ്തിടുക, പ്രോഗ്രാം റൺ ചെയ്യുക. ഇവിടെ 5 എന്ന് പ്രിന്റ് ചെയ്ത് വന്നു. ഇനി നമ്മൾക്ക് ഈ ബൈറ്റ് എന്നുള്ള മെമ്മറി ലൊക്കേഷന് 1 ബൈറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളോ മെമ്മറിയുള്ളോ ബൈറ്റ് എന്നുള്ള ഡാറ്റ ടൈപ്പിൽ 1 ബൈറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കൊടുക്കുന്ന വാല്യൂ കുറച്ചും കൂടി 255ലും വലിയൊരു നമ്പറാണ് കൊടുക്കണത്. ഇപ്പോൾ 500 എന്നുള്ള വാല്യൂ ആണ് കൊടുക്കണമെങ്കിൽ അതതിൽ കൊള്ളില്ല. കാരണം 1 ബൈറ്റ് മെമ്മറി നമ്മൾ അതിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള വേരിയബിൾ ആക്കി സ്റ്റോർ ചെയ്യാൻ 1 ബൈറ്റ് മെമ്മറി ഉള്ള 1 ബൈറ്റിൽ 255 എന്നുള്ള ഒരു നമ്പർ ആയാലും വലുത് കൊള്ളില്ല. കാരണം 2⁸8 ബിറ്റാണ് 1 ബൈറ്റ്. ഇതിപ്പോൾ 500 എന്ന് പറയുന്ന വാല്യൂ അതിലും വലുതാണ്, 255നും വലുതാണ്. അപ്പോൾ അതിൽ കൊള്ളില്ല. അത് റൺ ചെയ്യുമ്പോൾ എറർ വരും. കണ്ടോ, ഓവർഫ്ലോ എറർ വരണം. എന്താ കാര്യം, നമുക്കൊരു കപ്പാസിറ്റി ഉണ്ട്, ഒരു ഡയമെൻഷൻ, ഇത്ര അളവ് അതിൽ കൊള്ളുള്ളൂ. അപ്പോൾ നമ്മളൊരു 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ മേടിച്ചിട്ട് അതിലൊരു 2 ലിറ്റർ വാട്ടർ ഒഴിക്കാൻ നോക്കി കഴിഞ്ഞാൽ അത് കൊള്ളില്ലല്ലോ, ഓവർഫ്ലോ വരില്ലേ. അതുപോലെ അതിന് ഈ എ എന്ന് പറയുന്ന വേരിയബിൾ ബൈറ്റ് ഡാറ്റ ടൈപ്പാണ്. 1 ബൈറ്റ് മാത്രമേ അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ വലിയൊരു നമ്പർ സ്റ്റോർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതുപോലെ ഓവർഫ്ലോ എറർ വരും. അപ്പം ഇൻറ്റിജർ, ഇനി ഡിം എ ആസ് ഇൻറ്റിജർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന വേരിയബിളിൽ ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുക. ഇൻറ്റിജറിന് 2 ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 860 ബിറ്റ്. അതിലൊരു 1 ബിറ്റ് സൈനിന് വേണ്ടി മാറ്റി വയ്ക്കുന്നത് കൊണ്ട് 15 ബിറ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ 2⁵15 ആ വാല്യൂ ആണ് ഇവിടെ കാണുന്ന 32,768. അത് നെഗറ്റീവ് തുടങ്ങി പോസിറ്റീവ് വരെ വാല്യൂസ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് 2⁵15 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. അത്ര വരെ വാല്യൂസ്, ഇതിലും വലിയൊരു വാല്യൂ ആണ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്. നമുക്കൊരു 50,000 എന്നൊക്കെ ഉള്ളൊരു വാല്യൂ ആണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റിജർ വേരിയബിളിലും കൊള്ളില്ല. അപ്പോൾ നമുക്ക് ലോങ് യൂസ് ചെയ്യേണ്ടി വരും. ഡിം എ ആസ് ലോങ് എന്ന് കൊടുക്കുക. അപ്പോൾ ലോങ്ങിൽ 4 ബൈറ്റ് എന്ന് പറയുന്ന വാല്യൂ ഇവിടെ കാണില്ലേ, ഇത്രയും വലിയൊരു എമൗണ്ട് വരെ അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതിലൊക്കെ ഇൻറ്റിജർ വാല്യൂസ് ആണ്, പോയിന്റ് ഉള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് പോയിന്റ് ഉള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ സിംഗിൾ, ഡബിൾ എന്നൊക്കെ പറഞ്ഞ ഡാറ്റ ടൈപ്പ് ഉണ്ട്. ഇതിലും 4 ബൈറ്റ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ഉള്ള വാല്യൂയും കൂടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. സിംഗിൾ, ഡബിൾ 8 ബൈറ്റ് ഉണ്ട്.
കുറച്ചുകൂടെ വലിയ എമൗണ്ട് സയൻറ്റിഫിക് നൊട്ടേഷനിലാണെങ്കിൽ കാണിക്കുന്നത്. അത് ജാവാസ്ക്രിപ്റ്റ് പറഞ്ഞപ്പോഴെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു സയൻറ്റിഫിക് നൊട്ടേഷനും അതൊക്കെ. പിന്നെ 10 ഇത് 1.76 ഇൻറ്റു 10⁻308 അത്രയും വലിയ വാല്യൂ ആണിത്. വാല്യൂ വരെ ഡബിളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ കറൻസിക്ക് 8 ബൈറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഡെസിമലിൽ 12 ബൈറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റും. പോയിൻ്റ് ഉള്ള വാല്യൂസ് ആണെങ്കിൽ 18 ഡെസിമൽ പ്ലേസസ് വരെ നമുക്കതിന് ആക്യുറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിളിൽ വരാൻ പോകുന്ന ഡാറ്റയുടെ സൈസ് അനുസരിച്ച് വേണം നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ. ഇല്ലെങ്കിൽ അതിൽ ഓവർഫ്ലോ എറർ വരും റൺ ടൈമിൽ. ഇനി നോൺ ന്യൂമറിക് ഡാറ്റ ടൈപ്പ്. നോൺ ന്യൂമറിക് ഡാറ്റ ടൈപ്സ് ആർ data that cannot be manipulated mathematically using standard arithmetic operator. പ്ലസ് ഇൻറ്റു ഡിവിഷൻ അതൊന്നും ചെയ്യാൻ പറ്റാത്ത നമ്പറുകളാണ്, വേരിയബിൾസ് ആണ് നോൺ ന്യൂമറിക് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇപ്പം സ്ട്രിങ് വാല്യൂസ് ഒക്കെ സ്റ്റോർ ചെയ്യുമ്പോൾ അത് നോൺ ന്യൂമറിക് ആണ്. അതിൽ നമ്മൾ കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യില്ല. അപ്പോൾ സ്ട്രിങ് തന്നെ ഫിക്സഡ് ലെങ്ത്ത്, വേരിയബിൾ ലെങ്ത് ഉണ്ട്. ഫിക്സഡ് ലെങ്ത്തിൻ്റെ സൈസ്, സ്ട്രിങ്ങിൻ്റെ സൈസ് എത്രയാണെങ്കിൽ അത് ഒരാളുടെ പേരാണ് സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിൽ എത്ര ബൈറ്റ് യൂസ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച്, അതായത് 1 തുടങ്ങി 65,400 ക്യാരക്ടേഴ്സ് വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. സ്ട്രിങ് വേരിയബിൾ ലെങ്ത്തിൻ്റെ ഉണ്ട്, അത് 2 ബില്യൺ വരെ ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാം. സ്ട്രിങ് ലെങ്ത് എത്രയാണോ പ്ലസ് അതിൽ 10 ബൈറ്റും കൂടെ സ്റ്റോർ ചെയ്യും. പിന്നെ ഡേറ്റ് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് 8 ബൈറ്റാണ് മെമ്മറി യൂസ് ചെയ്യണത്. അപ്പം ജനുവരി തുടങ്ങിയ ഡിസംബർ 31 ഇവിടെ ഈ ഒരു ഡേറ്റ് വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ബൂളിയൻ വാല്യൂസ് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൂളിയൻ വേരിയബിൾസ്. അങ്ങനെ 2 ബൈറ്റാണ് യൂസ് ചെയ്യുന്നത്. ഒബ്ജക്ട്സ്, ഏതെങ്കിലും എബണ്ടഡ് ഒബ്ജക്ട്സ്, നമുക്ക് എന്തെങ്കിലും പിക്ചേഴ്സ് അതെന്തെങ്കിലും സ്റ്റോർ ചെയ്യണമെങ്കിലൊക്കെ 4 ബൈറ്റ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒബ്ജക്ട്സ് ഒക്കെ സ്റ്റോർ ചെയ്യാം. പിന്നെ വേരിയൻ ഡാറ്റ ടൈപ്പ് പറഞ്ഞപ്പോൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. നമ്മൾ ഡാറ്റ ടൈപ്പ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ വേരിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക. അതിൽ നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ തന്നെ അത് വേരിയൻ്റ് ആയിട്ട് എടുക്കും. ന്യൂമറിക് ആയിട്ടുള്ള വേരിയൻറ്റും നോൺ ന്യൂമറിക്കും ആയിട്ട് യൂസ് ചെയ്യാം. അസൈനിങ് വാല്യൂസ് ടു എ വേരിയബിൾ. നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വേരിയബിളിലേക്ക് നമുക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാം. നേരത്തെ ഞാൻ ഓവർഫ്ലോ വരുന്നത് കാണിക്കാൻ വേണ്ടി ബൈറ്റിന് ഒരു വാല്യൂ സ്റ്റോർ ചെയ്ത് 255 വലിയൊരു നമ്പർ അസൈൻ ചെയ്ത് കാണിച്ചിരുന്നു. അപ്പോൾ ആ വാല്യൂ അതിൽ കൊള്ളില്ല, അപ്പോൾ അതുകൊണ്ട് ഓവർഫ്ലോ വരും. നമ്മൾ ബൈറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. ബൈറ്റൊക്കെ വളരെ ചെറിയ വാല്യൂസ് സ്റ്റോർ ചെയ്യാനേ പറ്റുള്ളൂ. നമ്മളുടെ അത് വലിയ വാല്യൂ ആണെങ്കിൽ നമ്മളതിനെ ഇൻറ്റിജർ യൂസ് ചെയ്യും. ചിലപ്പോൾ ഇൻറ്റിജറിലും കൊള്ളില്ല. ഇതിൽ പോയിൻ്റുള്ള വാല്യൂസ് ആണെങ്കിൽ സിംഗിൾ യൂസ് ചെയ്യാം, ഡബിൾ യൂസ് ചെയ്യാം. അങ്ങനെ ഓരോ നമ്മളതിൽ അസൈൻ ചെയ്യാൻ പോണ വാല്യൂവിനനുസരിച്ച് വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. ഇനി വേരിയബിൾ ഡിക്ലെയർ ചെയ്തതിന് ശേഷം അതിൽ വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പേ എന്നുള്ള വേരിയബിളാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യും. എ ആസ് ഇൻറ്റിജർ എന്ന് കൊടുത്തു. അതിന് ശേഷം എയിലേക്ക് 3 എന്ന് കൊടുക്കണമെങ്കിൽ എ ആസ് ഈക്വൽ ടു 3 അങ്ങനെ കൊടുക്കാം. ഈക്വൽ ടു സൈൻ യൂസ് ചെയ്ത അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. വി നീഡ് ടു അസൈൻ വാല്യൂസ് ഓർ ഇൻഫോർമേഷൻ ടു ദോസ് വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്തതിന് ശേഷം അതിലേക്ക് വാല്യൂ അസൈൻ ചെയ്യാം. അസൈനിങ് എ വാല്യൂ ടു എ വേരിയബിൾ മീൻസ് സ്റ്റോറിങ് ദ വാല്യൂ ഇൻ ദാറ്റ് വേരിയബിളിൽ വാല്യൂ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അതായത് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി ലൊക്കേഷനാണ് ഈ വേരിയബിൾ. അതിൽ 3 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്തു. വാല്യൂ സ്റ്റോർ ചെയ്യും മുമ്പ് ആ വേരിയബിളിൽ ഡിക്ലെയർ ചെയ്തിരിക്കണം അതിലേത് ടൈപ്പ് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. The form of an assignment statement is as follows. നമുക്ക് അതിലേക്ക് വാല്യൂസ് ആഡ് ചെയ്യാം. പേ എന്ന് പറയുന്ന വേരിയബിളിൽ +4 കൊടുത്തു കഴിഞ്ഞാൽ 3 + 4 7 എന്നുള്ള വാല്യൂ സി എന്നുള്ള വേരിയബിളിലേക്ക് വരും. ഇത് named constants. If you have a value that never changes in your application, you can define a named constant.
വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ആ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഒരു വേരിയബിളിൻ്റെ വാല്യൂ പ്രോഗ്രാമിനകത്ത് നമ്മൾ എ എന്നുള്ള വേരിയബിളിൽ 5 കൊടുത്തു, കുറച്ച് കഴിഞ്ഞാൽ എയിലെ വാല്യൂ മാറി a=a+7 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 5+7 മാറും, അല്ലെങ്കിൽ a=10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാറാം, വേരിയബിളിൻ്റെ വാല്യൂ മാറ്റാം. പക്ഷെ നമുക്ക് ആ ത്രൂ ഔട്ട് ദ പ്രോഗ്രാം നമുക്ക് ആ വാല്യൂ മാറുന്നുണ്ടെങ്കിൽ നമുക്കതിനെ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം. A name is easier to remember than a value. You can define the constant just one and you use it in many places in your code. ഇപ്പോൾ ബി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ്, CONST കോൺസ്റ്റന്റ് എന്നുള്ളതിൻ്റെ എസ് സിംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ഉള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിംഗിൾ ഡബിളൊക്കെ യൂസ് ചെയ്യുക. പൈയുടെ വാല്യൂ 3.14 നമ്മൾ ബി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റിൽ സ്റ്റോർ ചെയ്ത് നമുക്ക് എവിടെയെങ്കിലും ഈ വാല്യൂ യൂസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂ ഓർക്കണേക്കാളും അതിൻ്റെ നെയിം യൂസ് ചെയ്താൽ മതി. എവിടെയെങ്കിലും ബിന്ന് യൂസ് ചെയ്ത വാല്യൂ അവിടെ കിട്ടും. ഇനി വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നത്, വേരിയബിൾ ഒന്നും ഡിക്ലെയർ ചെയ്യാതെ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഡിം കൊടുക്കാതെ തന്നെ നമ്മൾ വേരിയബിൾ യൂസ് ചെയ്യാം. അപ്പോൾ അത് വേരിയൻ്റ് ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇനി വേരിയബിൾ ഡിക്ലറേഷൻ മസ്റ്റായിട്ട് നമുക്ക് കൊടുക്കണമെങ്കിൽ ഒരു പ്രോഗ്രാമിൽ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എക്സ്പ്ലിസിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വേരിയബിൾ ഡിക്ലറേഷൻ നിർബന്ധമായിരിക്കും. The option explicit forces you to declare all variables that you use in your VBA code. നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ വേരിയബിൾസും നിർബന്ധമായിട്ടും ഡിക്ലെയർ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എക്സ്പ്ലിസിറ്റ് എന്ന് നമ്മൾ ഡിക്ലറേഷൻ സെക്ഷനിൽ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ബൈ ഹൈലൈറ്റിംഗ് എനി അൺഡിക്ലെയർഡ് വേരിയബിൾ ആസ് എറർ ഡ്യൂറിങ് കമ്പൈലേഷൻ, നമ്മൾ പ്രോഗ്രാം വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഡിക്ലെയർ ചെയ്യാത്ത വേരിയബിൾസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എറർ വരും. അതൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ എ ആസ് ബൈറ്റ് എന്ന് കൊടുത്തു. ഇവിടെ നമ്മൾ അങ്ങനെ കൊടുത്തിട്ടില്ല, ജസ്റ്റ് എ എന്ന് പറയുന്ന വേരിയബിളിൽ 500 സ്റ്റോർ ചെയ്യുന്ന പ്രിൻ്റ് ചെയ്യണം. എററൊന്നുമില്ല, 500 പ്രിൻ്റ് ചെയ്തു. എന്നാൽ നമ്മളിങ്ങനെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാതെ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ വേരിയബിൾസും നമുക്ക് ഡിക്ലെയർ ചെയ്യണം നിർബന്ധമാണെങ്കിൽ ഡിക്ലെയർ ചെയ്യാതെ ഒന്നും ഉപയോഗിക്കരുതെങ്കിൽ ഓപ്ഷൻ എക്സ്പ്ലിസിറ്റ് എന്ന് കൊടുക്കുക. ഓപ്ഷൻ എക്സ്പ്ലിസിറ്റ് എന്ന് കൊടുത്തിട്ട് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യുമ്പോൾ കണ്ട എറർ വരുന്ന ഈ വേരിയബിൾ നോട്ട് ഡിഫൈൻഡ് എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പം നിർബന്ധമായിട്ട് നമ്മൾ വേരിയബിൾ ഡിക്ലറേഷൻ ചെയ്യേണ്ടി വരും. കൂടെ ഡിം എ ആസ് ഇൻറ്റീജറിനോ ബൈറ്റെന്നോ അതാണെങ്കിൽ കൊടുക്കാം. ഇൻറ്റീജറിന് കൊടുത്തു. ഇപ്പോൾ റൺ ചെയ്യുമ്പോൾ 500 എന്നുള്ള വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് തന്നു. ഇമ്മീഡിയറ്റ് വിൻഡോയിലാണ് ഡിസ്പ്ലേ ചെയ്ത് തന്നത്. അപ്പോൾ ഓപ്ഷൻ എക്സ്പ്ലിസിറ്റ് എന്നുള്ളത് യൂസ് ചെയ്യണത് നമ്മൾ വേരിയബിൾ ഡിക്ലറേഷൻ മസ്റ്റായിട്ട് ചെയ്യണം. ഡിക്ലെയർ ചെയ്യാത്ത ഏതെങ്കിലും വേരിയബിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എറർ കാണിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഓപ്ഷൻ എക്സ്പ്ലിസിറ്റ് എന്ന് ഡിക്ലറേഷൻ സെക്ഷനിൽ കൊടുക്കുന്നത്. ഇത്രയും ഭാഗത്ത് നമുക്ക് VBAയിൽ എന്താണ് വേരിയബിൾ, അതെങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക, ഡാറ്റ ടൈപ്പ്, പിന്നെ ഓപ്ഷൻ എക്സ്പ്ലിസിറ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത, കോൺസ്റ്റൻറ്റ്, ഇത്രയും മനസ്സിലായെന്ന് വരുന്നു. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്, മനസ്സിലായെന്ന് വരുന്നു. താങ്ക്സ്.